നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ ബ്രസീൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തി 2-1 വിജയം നേടി. 2 സന്നാഹ മത്സരങ്ങളും വിജയിച്ച് വളരെ ആവേശത്തോടു കൂടി ബ്രസീൽ വേൾഡ് കപ്പിന് ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷേ ഈ കളിയിൽ അവർക്ക് തിരിച്ചടിയും കിട്ടിയിട്ടുണ്ട്. അത് വെസ്ലിയുടെ പരിക്കാണ്. കളി ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴാണ് താരത്തിന് പരിക്ക് പറ്റി കളിക്കളത്തിന് പുറത്തേക്ക് പോവേണ്ടി വന്നത്. കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കളിക്കളം വിടുന്നതെന്നും മാത്രമല്ല ബെഞ്ചിലിരുന്നിട്ടും അദ്ദേഹം കണ്ണീരൊഴുക്കുന്ന കാഴ്ച കണ്ടു. അതായത് വെറും വേദന മാത്രമല്ല, വെറുതെ ഒരു പെയിൻ ഉണ്ടായതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. സംഗതി കുറച്ചുകൂടി സീരിയസ് ആണ്. അപ്പോൾ ഇനി അറിയേണ്ടത് അദ്ദേഹത്തിന് വേൾഡ് കപ്പ് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. വെസ്ലിയുടെ പരിക്കിൻ്റെ കാര്യം എന്താണ്? മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് കാർലോ അഞ്ചലോട്ടിയോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. അപ്പോൾ കോച്ച് പറഞ്ഞാൽ അതൊരു മസിൽ ഇഞ്ചുറിയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നാളെ ടെസ്റ്റ് നടത്തും, അതിനുശേഷം തീരുമാനമെടുക്കുമെന്നാണ്. നാളെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ബ്രസീലിൻ്റെ കളി കണ്ടതെന്ന് പറഞ്ഞാൽ അത് അവിടെ രാത്രിയായിരുന്നു. ഇന്നലത്തെ രാത്രിയാണ് അവിടുത്തെ സമയം പറയുമ്പോൾ. അപ്പോൾ ഇന്ന് ഒരു രാത്രിയോടുകൂടിയൊക്കെ അവിടുത്തെ പകൽ സമയത്ത് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് നടത്തും, എന്നിട്ടൊരു തീരുമാനമെടുക്കും എന്നാണ് പറയുന്നത്. അതായത് കാര്യങ്ങൾ ഒട്ടും ഇപ്പോൾ ശുഭകരമായ സൂചനകളല്ല പുറത്തേക്ക് വരുന്നത്. അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രിക്കോഷണറി മെഷറാണ് എന്നാണ് ഫീൽ ചെയ്തത്. പക്ഷേ പിന്നീട് താരം കരയുന്നതും മറ്റുമൊക്കെ കണ്ടപ്പോൾ കാര്യം സീരിയസ് ആണ് എന്നുള്ളത് വ്യക്തമായിട്ടുണ്ട്. കോച്ച് പറയുന്നത് ഇന്നത്തെ, അതായത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഇന്ന്, അല്ലെങ്കിൽ USA കാര്യം പറയുമ്പോൾ നാളത്തെ ആ ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതിനുശേഷം മാത്രമാണ് അദ്ദേഹത്തെ ടീമിൽ തുടരേണ്ടതുണ്ടോ അതല്ല ഒഴിവാക്കേണ്ടതുണ്ടോ എന്ന തീരുമാനത്തിലേക്ക് കോച്ചിങ് സ്റ്റാഫ് പോവുകയുള്ളൂ. എന്തായാലും വെസ്ലി പോവുകയാണെങ്കിൽ അത് ബ്രസീലിന് വലിയ തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാത്തിരിക്കാം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഡയഗ്നോസിസ് എന്നറിയാൻ വേണ്ടി. ഇന്നലെ റാഫീഞ്ഞ കളിക്ക് ശേഷം പറഞ്ഞ വാക്കുകളും ആശങ്കയുണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മെസ്സിയുടെ കാര്യത്തിൽ അവൻ വളരെ ചെറുപ്പമല്ലേ, അവൻ എല്ലാ സ്ട്രെങ്ത്തും കൊടുക്കുകയാണ്, അവൻ തിരികെ വരട്ടെ എന്നൊക്കെയാണ്. അതായത് ടീമിൽ നിന്ന് പുറത്താവും എന്നുള്ള ചില സൂചനകൾ ആ വാക്കുകളിലുണ്ട്. കാത്തിരിക്കാം വെസ്ലിയുടെ ടെസ്റ്റിൻ്റെ റിസൾട്ടിനായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.